നമ്മളെല്ലാവരും മുടിക്ക് കെയർ ചെയ്യുന്നതാണ് അല്ലേ? ഞാനും 2 വർഷമായിട്ട് മുടി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ താള് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി. ഇപ്പം ഞാൻ 2 വർഷമായിട്ട് വെച്ചാൽ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് 2 വർഷമായിട്ട് ഞാനിപ്പോൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 1 വട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ച് ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. വലിയ പാടും കാര്യങ്ങളൊന്നും ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചെമ്പരത്തിൻ്റെ ഇല നിങ്ങൾക്ക് വേണ്ട എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുത്തു. മുടീൻ്റെ നീളം പോലെ. പനിക്കൂർക്ക, തുളസി, ഒരു കറ്റാർവാഴ. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ചിലപ്പോൾ തലയ്ക്ക് നീരിറങ്ങുന്ന ആൾക്കാരുണ്ടാവും, തണുപ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് കാരണം ഇത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വെക്കാം. ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുക്കും. പക്ഷേ അരച്ചെടുക്കാൻ നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് പുറത്ത് എങ്ങും പോകണ്ട. ഇതിൽ പൈസ ചിലവൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അരിവെള്ളമാണ് ഞാനിവിടെ എടുക്കുക. കുറച്ച് അരിവെള്ളത്തിൽ അരി നല്ലപോലെ കഴുകിയിട്ട് ആ വെള്ളം ഞാൻ എടുത്ത് വെക്കും. ഇതിലാണ് ഇതെല്ലാം അരച്ചെടുക്കുന്നത്. അത് പേസ്റ്റ് പോലെ അരിക്കൊന്നും ചെയ്യണ്ട, നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. നമുക്കപ്പോൾ കഴുകിയിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ കഴുകി എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ജാറിൻ്റെ അകത്തേക്കിടാം. ഇത് എല്ലാം കൂടി ഒറ്റ ട്രിപ്പായിട്ട് പോവില്ല. നമുക്ക് 2 ഇതായിട്ട് അരച്ചെടുത്തിട്ട് ബാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് ബാക്കിയും കൂടി ഇട്ട് ഇതാ ഇതിട്ടിട്ടുണ്ട്. നമ്മളിനി കറ്റാർവാഴ കൂടി ഇതിൻ്റെ സൈഡ് രണ്ടും ആ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. ഇത് കളയണ്ട. ഇതും കൂടി ഇട്ടിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ അരഞ്ഞ് കിട്ടും. ഇത് അരിക്കൊന്നും ചെയ്യണ്ട, ഞാൻ അരിക്കൊന്നും ചെയ്യാറില്ല. അതിന് ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇത് തേക്കാൻ പോവുകയാണ്. ഞാൻ അരച്ചെടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനെയാണ് ഇതുണ്ടാകുക. അരിച്ചെടുക്കുകയൊന്നും വേണ്ട, ഞാൻ അരിച്ചെടുക്കാറില്ല. ഇത് തലയിൽ തേക്കാം. തലയിൽ തേക്കുന്നതിനെക്കാട്ട് മുന്നേ നമുക്ക് മുടി ഒന്ന് ചീവിയിട്ട് എടുക്കാം. എന്തെങ്കിലും തുണി കൈ കരുതുന്നത് നല്ലതാണ്. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഞാനൊരു തോർത്തെടുത്തിട്ടുണ്ട്, പഴയ തോർത്തം. ഇതെടുത്തിട്ട് മുടി നമ്മൾ ചട കളയുക. 2ആയിട്ട് പാകിയിട്ട് രണ്ട് വശത്തേക്ക് ബൗപ്പ് എടുത്തിട്ട് ആദ്യം ചട കളയുക. കൂടായിട്ടൊന്ന് ചെയ്ത് പയ്യെ ചീവി എടുത്താൽ ഇത് നല്ലപോലെ വർക്കാവുന്നതാണ്. ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഗേൾസിലായിരിക്കുമല്ലോ കൂടുതൽ. നമുക്ക് പൈസ ചിലവൊന്നുമില്ല. എന്നെപ്പോലുള്ള ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പം മുടിയുടെ ചട കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാർട്ടീഷനായിട്ട് എടുക്കും. ഇതങ്ങ് തേച്ച് കൊടുക്കാം. ഇതെടുത്ത് മടിയിലേക്ക് വെക്കുക. എനിക്ക് ചിരി വരും. ഇത് തേച്ച് കൊടുക്കുകയാണേ. ഇങ്ങനെ അങ്ങ് തേക്കുക. എന്നിട്ട് അടുത്തെടുത്ത് തേച്ച് പിടിപ്പിക്കുക. അടുത്തെടുത്ത് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് വലിയ ഉപ്പില്ല, റോസ്മേരി വാട്ടറൊന്നും തേച്ച് കൊടുക്കാനുള്ള പൈസയില്ലേ. അപ്പം നമ്മളിതങ്ങോട്ട് തേക്കും. ഇത് ബോയ്സിന് തേക്കാമെന്നാണ് തോന്നുന്നത്. തേച്ച് നോക്കൂ. ഗേൾസ് എന്തായാലും കൺഫേമാണ്. ഇത് വളരെ ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഫലമായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു. ഇതാരെങ്കിലും ചെയ്യുന്നുള്ളവരെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിന് മുന്നേ ഉള്ള റെക്കോർഡിൽ ഒരാൾ തേച്ച് തരാനുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. തേച്ച് തലയിൽ പിടിച്ചത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ കൈ വേദനിക്കും. ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഒരു ചെയ്ത് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്.
എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് എന്നെ ചിരി വരുന്നു. ആരും പേടിക്കണ്ട. നമ്മുടെ അനോക്കൊണ്ട പാമ്പിൻ്റെ വായിൽ നിന്ന് ഒരു സാധനം വരത്തില്ല, പച്ച കളറിലെ, എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു. എന്നിട്ട് ഇത് എടുത്ത് തലയ്ക്ക് മേലെ കെട്ടിവെക്കുക. അവിടെ ഇരിക്കണം. നമ്മുടെ ഓണറുടെ വീട്ടിലാണ് ഇട ഇരിക്കുന്നത്. കർണാടക വെള്ളത്തിൽ കുടിച്ചാൽ തന്നെ മുടി പോകും. ഇവിടെ വരുന്നത് ക്ലോറിൻ വെള്ളമാണ്. അപ്പോൾ ഇവിടെ താളിയൊക്കെ കിട്ടുക. ചിലവർ തരത്തില്ല. നമ്മൾ കുറേ നമുക്ക് ഈ വിളിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തൊക്കെയോ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മൈസൂരിൽ നിന്നും കർണാടകയിൽ നിന്നും ആരെങ്കിലും കാണുന്നുള്ളവരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യണം. ഇതൊരു ഞാൻ 2-3 മണിക്കൂർ തലയ്ക്ക് നീരിറങ്ങുന്നവർ കുറേ നേരം വെച്ച് പിടിപ്പിക്കണ്ടേ. കുറച്ച് നേരം വെച്ച് പിടിപ്പിച്ചാൽ മതി. 1/2 മണിക്കൂറൊക്കെ തലയ്ക്ക് നീരിറങ്ങുന്നവർ ഉലുവയും കൂടി ചേർത്തിട്ട് വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. പനിയൊന്നും പിടിച്ച എന്നെയൊന്നും പറയല്ലേ. 1/2 മണിക്കൂർ മാക്സിമം വെച്ച് പിടിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ കഴുകിക്കളയാം. കഴുകിക്കളെന്ന് വെച്ചാൽ ഷാമ്പു ഇടണ്ട. ഇത് തേക്കുമ്പോൾ ഷാമ്പു അങ്ങനെ യൂസ് ചെയ്യണ്ട. ഇത് തന്നെ ഒരു ഇതാണല്ലോ, ഷാമ്പു പോലല്ലേ. അപ്പോൾ ഇതിൽ തന്നെ കഴുകി എടുത്താൽ മതി. എനിക്ക് ചിരി ആദ്യമായിട്ടാണ് ഇതിലേക്ക് 1/2 മണിക്കൂറൊക്കെ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സമയമുള്ള ഇവിടെ ഇങ്ങനെ ഒഴുകും. അതാ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. നല്ല സുഖമാണ് ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായിട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും നമ്മുടെ ഈ വീടിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. നട്ടുച്ചയ്ക്ക് വരെ നല്ല തണുപ്പാണ്. ഇടിയിപ്പോൾ തണുപ്പ് സീസണാണ്, എല്ലായിടത്തും തണുപ്പാണ്. കുറേ കാണും. ഞാനിത് വാഷ് ചെയ്തിട്ട് കടയുടെ തണ്ടും കാര്യങ്ങളൊക്കെ നല്ല കട്ടയാണെങ്കിൽ നമുക്കത് തരിതരി പോലെ നമ്മുടെ മുടിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാറുണ്ട്. നമുക്ക് ചിലപ്പോൾ കാണുമായിരിക്കും, ചിലപ്പോൾ കാണുമില്ല. അപ്പോൾ ഇത് തേച്ച പാട് തല മുടി ചീപ്പ് കൊണ്ട് ചീവോ ഒന്നും ചെയ്തു ഉണങ്ങിയ ശേഷം മാത്രം ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക. എന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനതാ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഞാനിട്ട് ട്രൈ ചെയ്ത് തോർത്ത് പൊതിഞ്ഞ് വെച്ച് മുടി ഉരച്ചരച്ചതാക്കാണ്ട് ഒപ്പി എടുക്കുക. ഇതിങ്ങനെ കട്ടയായിട്ടുണ്ടാവും. പക്ഷെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ കട്ട കട്ടയായിട്ട് കുറേ നേരം വെള്ളം നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് കുറേ നേരം എടുക്കും. നമ്മൾ ഇതിങ്ങനെ പയ്യെ ഒപ്പി എടുക്കുക. സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇനി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.